എല്ലാവർക്കും സോബിൻസ് നീഡ്സിന്റെ ടെസ്റ്റ് ആൻഡ് ട്രയൽസിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതിന്റെ ഒരു ബാക്കിയാണിത്. ഡൽഹി സീറോ മലബാർ സഭയുടെ വിശ്വാസികളുടെ ആവശ്യം സംബന്ധിച്ച് നടന്ന മീറ്റിംഗിൽ അൽമായ കൂട്ടായ്മയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ തോമസ് കരിമ്പിൽ തന്റെ സംഭാഷണത്തിലൂടെ പറഞ്ഞു വെക്കുന്ന കുറെ സത്യങ്ങളുണ്ട്. അവയാണ് ആനുകാലിക പ്രവർത്തനങ്ങൾ ഓരോ ഇടവകയിലും വിശ്വാസികളിലും ഉണ്ടാക്കുന്ന എഫക്ട് എത്രത്തോളമാണെന്നും മാർസിലീവ കുരിശിനെ കുറിച്ചുള്ള ചിന്തകളും കാഴ്ചപ്പാടുകളും അതോടൊപ്പം തന്നെ തക്സയിൽ ഇല്ലാത്തതും തക്സയിൽ ഉള്ളതുമായിട്ടുള്ള പലതരം ചിന്താഗതികളെ കുറിച്ച് പറഞ്ഞു വെക്കുന്നു. അതോടൊപ്പം അദ്ദേഹത്തിന്റെ അനുഭവം കഴിഞ്ഞ 10-30 വർഷത്തോളമായി സീറോ മലബാർ സഭയുടെ ഒരു ശക്തനായ പടയാളിയായി പ്രവർത്തിക്കുന്ന അദ്ദേഹം ഡൽഹിയിൽ സീറോ മലബാർ സഭയുടെ രൂപതയുടെ സ്ഥാപനം സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച്, ഇപ്പോൾ നടക്കുന്ന ഈ പ്രശ്നങ്ങളുടെ യുവജനങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചെല്ലാം അദ്ദേഹം വളരെ വിശദമായി പറഞ്ഞു വെക്കുകയാണ്. സംശയം ഇതാണ്, അതായത് ഞങ്ങളുടെ ഫരീദാബാദ് രൂപത അധ്യക്ഷൻ ഡിസംബർ 26 തീയതി മുതൽ ഈ സിനഡ് തുടങ്ങുന്ന ദിവസം വരെ, ജനുവരി 8 മറ്റോ ആയിരുന്നു, അതിന്റെ മുൻപ് വരെ 3 രൂപതകളിൽ, അതായത് തൃശൂർ രൂപത, ഇരിങ്ങാലക്കുട രൂപത, മുഖത്തമംഗൽ രൂപത, ഇവിടെ പോയി ഇദ്ദേഹം വൈദിക പട്ടം കൊടുക്കുവാനുള്ള കുർബാന ചൊല്ലി. ആ കുർബാനയിലെ 3 സ്ഥലത്തും അതിന്റെ വീഡിയോ ഞങ്ങളിലുണ്ട്. അത് യൂട്യൂബിൽ നിങ്ങൾക്കെല്ലാം അവൈലബിൾ ആണത്. അപ്പോൾ അവിടെ എല്ലാം പോയി ഇദ്ദേഹം സർവാധിപനാം കർത്താവേ എന്ന ഭാഗത്ത് ഈശോയെ അൾത്താരയിലേക്ക് തിരിഞ്ഞ് കുമ്പിട്ടു. പക്ഷെ അവിടെ വിരിയുമില്ല. അവിടെ മാർസിലീവ കുരിശിരിപ്പുണ്ട്. അത് വ്യക്തമായിട്ട് നമുക്ക് കാണാം, ആ വീഡിയോയിൽ കാണാം. മാർസിലീവ കുരിശിരിപ്പുണ്ട്. അദ്ദേഹം വളരെ ഭംഗിയായി അവിടെ ആ കൃത്യനിർവഹണം നടത്തി. പക്ഷേ ഫരീദാബാദ് രൂപതയിൽ വരുമ്പോൾ ഇദ്ദേഹം പറയുന്നത് തക്സയിൽ എഴുതിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ തിരിയത്തില്ല. ഇതിനകത്ത് വല്ല ലോജിക്കുള്ള കാര്യമാണോ? ഈ ഞങ്ങളുടെ സീറോ മലബാർ സഭയിലെ 34 രൂപതകളുണ്ട്, 35 രൂപതയായി ഇപ്പം. ആ 35 രൂപതകളിൽ ഈ സർവാധിപനാം കർത്താവ് എന്ന് പറയുന്ന തക്സയിൽ ഒരിടത്തും എഴുതിയിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ രൂപത അധ്യക്ഷൻ മാത്രം ഈ തക്സയിൽ എഴുതാതാണ് ലോകമെമ്പാടുമുള്ള സീറോ മലബാർ സഭയിലെ കുർബാന അർപ്പിക്കുന്നത്. എല്ലാ വൈദികരും എല്ലാ ബിഷപ്പുമാരും ഈ കുർബാന ഈ സർവാധിപനാം കർത്താവേ എന്ന ഭാഗത്ത് അൾത്താരയിലേക്ക് തിരിഞ്ഞു കുമ്പിടുന്നു. ഈശോയെ നോക്കിയാണ് കുമ്പിടുന്നത്. നമ്മുടെ രൂപതാധ്യക്ഷൻ ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ മാത്രം പറയുന്നത് തക്സയിൽ എഴുതിയിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ആരും തിരിയണ്ട, അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറെ വൈദികരും. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ ഈ രൂപത ഒക്കെയാണ് എന്താണ് പ്രത്യേകത? നമ്മുടെ രൂപതാധ്യക്ഷൻ എന്താ പ്രത്യേകത? അതുകൊണ്ട് ഈ രൂപതാധ്യക്ഷനോട് ഞങ്ങൾക്ക് ഈ നിങ്ങളുടെ ചാനൽ ത്രൂ അപേക്ഷിക്കാനുള്ളത് ഇതാണ്: ദൈവത്തെ ഓർത്ത് ഈ കുർബാനയിൽ വെള്ളം ചേർക്കരുത്. ഞങ്ങളുടെ ഫരീദാബാദ് രൂപത എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ ഇരിക്കുന്ന ഈ മാത്യു സാറായി ഞങ്ങളെല്ലാം ഈ ഫരീദാബാദ് രൂപത എന്ന ഒരു സങ്കല്പത്തിന് വേണ്ടി വളരെ ഹാർഡ് വർക്ക് ചെയ്ത ആൾക്കാരാണ്. ഞാൻ ഫരീദാബാദ് രൂപതയുടെ പൈനിയർ ഓഫ് ഫരീദാബാദ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലെ ഒരു മെമ്പറും കൂടാണ്. പിതാവ് ഞങ്ങളെയൊക്കെ വിളിച്ച് ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ കഷ്ടപ്പെട്ടാണ് ലത്തീൻ സഭയുമായി നമ്മൾ അന്നത്തെ കാലത്ത് 10-20 വർഷം മുൻപുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പല പള്ളികൾ നമ്മൾ നിർമ്മിച്ചു. ഫരീദാബാദ് ഡയസിസ് വേണമെന്നും പറഞ്ഞ് നമ്മൾ അന്ന് ഈ ലത്തീൻ രൂപതയുമായി വളരെ അല്പസ്വല്പം വഴക്ക് വരെ ഉണ്ടാകേണ്ടി വന്നു. ഉണ്ടാക്കിയെടുത്താണ് നമ്മൾ ഇവിടെ ഒരു മലയാളം കുർബാനയ്ക്ക് വേണ്ടി, ഞാൻ ഓർക്കുന്നു 20 വർഷങ്ങൾക്ക് മുൻപേ ഇവിടെ ഒരു മലയാളം കുർബാന ചെല്ലരുതെന്നും പറഞ്ഞ് ലത്തീൻ സഭയിൽ ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അതും പെസഹ വ്യാഴം, പെസഹ ബുധൻ, ദുഃഖവെള്ളിയാഴ്ചകളിൽ മലയാളം കുർബാന അനുവദിച്ചിരുന്നില്ല. അവിടെ എല്ലാം പോയി നമ്മൾ വണ്ടിച്ചക്കൂലിയും പല ചെലവുകളും നടത്തി നമ്മൾ ഇന്നൊരു രൂപത ഉണ്ടാക്കി. ഈ രൂപത ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ രൂപത അധ്യക്ഷൻ മാത്രം പറയുന്നത് തക്സയിൽ എഴുതിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ തിരിയത്തില്ല. അത് എന്തൊരു ലോജിക്കാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ മാധ്യമം ത്രൂ ഞങ്ങൾ മൊത്തം ഇവിടെ കൂടിയിരിക്കുന്ന ഈ ആൾക്കാർക്ക് എല്ലാവർക്കും കൂടി ഫരീദാബാദ് രൂപത അധ്യക്ഷനോട് പറയാനുള്ളത്, താങ്കൾ ദൈവത്തെ ഓർത്ത് ഞങ്ങളുടെ ഹൃദയത്തിൽ വേദന ഉണ്ടാക്കാതെ ഇനിയെങ്കിലും ഈ രൂപതയിൽ ഒരു സർക്കുലർ ഇറക്കി സർവാധിപനാം കർത്താവ് എന്ന ഭാഗത്ത് തിരിയണമെന്ന് അപേക്ഷിക്കുകയാണ്. കൂടാതെ ഞങ്ങളുടെ സിനഡിലിരിക്കുന്ന 10-55 പിതാക്കന്മാരുണ്ട്. കൂടാതെ ഞങ്ങളുടെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവ്, പിന്നെ ഞങ്ങളുടെ ലിറ്റർജി കമ്മീഷൻ ചെയർപേഴ്സൺ കണ്ണുക്കാടൻ പിതാവ്, ഇവരോട് ഞങ്ങൾക്ക് നിങ്ങളുടെ മാധ്യമ ത്രൂ അപേക്ഷിക്കാനുള്ളത്, നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾ വിശ്വാസികളെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയുള്ള ഈ ഡ്രാമ കളിക്കുന്നു?
നിങ്ങൾ എന്തുകൊണ്ട് ഒരു തീരുമാനം എടുക്കുന്നില്ല? ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി പിന്നെ മാത്യു സാറ്, പ്രസിഡന്റ് സാറ്, ഇവരെ എത്ര ഇമെയിലുകൾ വിട്ടെന്നറിയാവോ? താണ്ട കൂടാതെ ഞങ്ങളുടെ എന്റെ രൂപതയിൽ തന്നെ, എന്റെ ഇടവകയിൽ തന്നെയുള്ളതാണ് അഡ്വക്കേറ്റ് ജോൺസൺ സാറ്. ഇവരൊക്കെ എത്രയോ ഇമെയിലുകൾ അയക്കുന്നു. നിങ്ങൾ എന്തുകൊണ്ട് ഇതിനകത്തൊരു തീരുമാനം എടുക്കുന്നില്ല? ഇതൊരു നിസ്സാര പ്രശ്നമല്ലേ? ഈ സർവാധിപനാം കർത്താവ് എന്ന് പറയുന്ന ഭാഗത്ത് ഈശോയെ തിരിഞ്ഞ്, ഇപ്പൊ സിബിച്ചൻ സാർ പറഞ്ഞതുപോലെ സ്വർഗം തുറക്കുന്ന സമയമാണെന്നാണ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇവർ തന്നെയാണ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് ഇത് സ്വർഗം തുറക്കുന്ന ഭാഗമാണെന്ന്. ഈ ഭാഗത്ത് എന്തുകൊണ്ട് താങ്കൾ വൈദികരോട് പറയുന്നില്ല? 40 സെക്കൻഡ് നേരത്തെ കേസാണ്. നിങ്ങൾക്ക് പലർക്കും, നിങ്ങൾ ചാനലുകാർക്ക് അറിയാവുന്ന അറിയത്തില്ല, വെറും 35 മുതൽ 40 സെക്കൻഡ് നേരം തിരിയുന്ന കേസാണിത്. ഇതിനുവേണ്ടി എന്തിനാണ് ഈ ഞങ്ങളുടെ യൂത്ത് ഇത് കാരണം ഡിസ്ട്രാക്ട് ആകുന്നു? ഈ ഫരീദാബാദ് രൂപതയിലുള്ള യൂത്ത് ഇന്ന് ചോദിക്കുന്നത് എന്തിന് ഞങ്ങൾ പള്ളിയിൽ പോകണം? നിങ്ങളുടെ രൂപത അധ്യക്ഷനും നിങ്ങളും തമ്മിലുള്ള പ്രശ്നം ഇതുവരെ തീരുന്നില്ല. അത് കാരണം യൂത്ത് പള്ളിയിൽ പോകുന്നില്ല. അവർ കിടന്ന് ഉറങ്ങുക. 8:30 മണിക്കും 10 മണിക്കും കുർബാന എന്ന സമയത്ത് അവർ കിടന്ന് ഉറങ്ങുക. ഞങ്ങളെ വിളിക്കേണ്ടതാ പറയുന്നത്. എത്ര യൂത്തായെന്നറിയോ ഡിസ്ട്രാക്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 10 വർഷം 15 വർഷം കഴിയുമ്പോൾ ഉണ്ടല്ലോ, ജർമ്മനിയിലൊക്കെ സംഭവിച്ചതുപോലെ ഈ ഫരീദാബാദ് ഡയസിസിലെ പല പള്ളികളും പൂട്ടി ഇത് അനാഥാലയമോ വേറെന്തും സ്ഥാപനമാക്കി മാറും. ഗവൺമെന്റ് ഏറ്റെടുക്കും ഈ പള്ളികളെല്ലാം. ഇന്നിപ്പം ഞങ്ങളുടെ പള്ളികളെല്ലാം പല സ്ഥലങ്ങളിലും റെസിഡൻഷ്യൽ കോളനിയിലാണ്. ഈ റെസിഡൻഷ്യൽ കോളനിയിൽ ഇപ്പൊ തന്നെ മയൂറ ഫേസ് 3 അത്രയും ബഹളം ഉണ്ടായെന്ന് പറയുന്നത് കേട്ടു. അത് കഴിഞ്ഞ് നോയിഡയിൽ ഈ ബഹളം ഉണ്ടാകുന്നു. എവിടെ ടാഗോർ ഗാർഡിൽ ബഹളം ഉണ്ടാകുന്നു. ഈ ബഹളം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ ഹിന്ദിക്കാർ ഇത് അറിഞ്ഞുകൊണ്ട് അവര് പ്രശ്നം ഉണ്ടാക്കും. ഇതെന്താണ് ഈ മലയാളീസ് ക്യാ കർ റാഹ് യേ ലോഗ് ക്യോं ലടായി കർ റാഹ്? അപ്പം ഇതെല്ലാം നമുക്ക് ദൂരവ്യാപകമായി പല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനുള്ള സാഹചര്യമാണ് നമ്മൾ വിളിച്ചു കൂട്ടുന്നത്. ഇപ്പൊ ചില അവസരത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, എന്റെ മനസ്സിൽ പല ഫീലിംഗ് വന്നിട്ടുണ്ട്. ദൈവമേ, ഇതിനുവേണ്ടിയാണോ ഇത്രയും നാൾ 20 വർഷങ്ങൾക്ക് മുൻപേ ഈ ഗുസ്തി കളിച്ചത്? ഈ റൈസാറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ അന്ന് ഫാദർ സെബാസ്റ്റ്യൻ വടക്കമ്പാടനാണ് ഞങ്ങളെല്ലാം ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളൊക്കെ അന്ന് പാസ്റ്റർ കൗൺസിലുള്ള മെമ്പേഴ്സാണ്. പൈസ ചെലവ് ചെയ്ത് നമ്മുടെ വാടക കെട്ടിടങ്ങളിലും ലോൺ എടുത്ത വീടുകളിലും താമസിച്ചിട്ടും പള്ളിക്ക് വേണ്ടിയുള്ള പിരിവ് ഞങ്ങൾ ഒരിക്കലും നിർത്തിയിട്ടില്ല. ഇപ്പോഴും ചെയ്യുന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതുകൊണ്ട് നിങ്ങളുടെ മാധ്യം ത്രൂ, കാരണം ഞങ്ങൾ സിബിച്ചൻ സാർ പറഞ്ഞ പോലെ പല പ്രാവശ്യം അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞു. ഞാനും സിബിച്ചൻ സാറും മാത്യു സാറും ഞങ്ങളുടെ ഒരു അഡ്വക്കേറ്റ് ദീപ, ഞങ്ങൾ എല്ലാവരും കൂടി ഞങ്ങളുടെ രൂപത അധ്യക്ഷനെ ഒന്ന് കണ്ടതാണ്. അന്നും ഞാൻ പറഞ്ഞായിരുന്നു, പിതാവേ, ഈ ഒരു നിസ്സാര പ്രശ്നം 40 സെക്കൻഡ് നേരം തിരിയുന്നല്ലേ, ഞങ്ങളെ പിതാവ് വേണം, ഞങ്ങളോട് വേണം ഉപദേശിക്കാൻ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇങ്ങനല്ല, ഇങ്ങനെ ചെയ്യുമെന്ന്. ഇന്ന് നമുക്ക് സങ്കടം വരുന്നു, ഇവരെ നമ്മൾ പറയേണ്ടിക്ക് വരുന്നു, നിങ്ങൾ അങ്ങോട്ടൊന്ന് തിരിയെന്ന് പറഞ്ഞ എന്തൊരു കഷ്ടമെന്ന് നോക്കിക്കോണേ. ഇത്രയും വലിയ പിന്നെ 12 വർഷങ്ങളൊക്കെ ഞങ്ങളുടെ പിതാവെന്നൊക്കെ പറഞ്ഞാൽ വലിയ കൺട്രി ഡിപ്ലോമായിട്ട് വർക്ക് ചെയ്ത ആളാണ്. അപ്പൊ അദ്ദേഹത്തിനോട് വലിയ ബഹുമാനമുണ്ട്, റെസ്പെക്ട് ഉണ്ട്, നല്ല ഒക്കെയാണ്. പക്ഷേ ഈ ഒരു പ്രശ്നത്തിൽ എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഈ ശാഠ്യം പിടിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും മീഡിയ ത്രൂ പോകേണ്ട ഒരു സബ്ജക്റ്റാണ്. ഇദ്ദേഹത്തെ നമുക്ക്, കാരണം നമ്മളെ അപ്പോയിന്റ്മെന്റ് ചോദിച്ചാൽ ഈ വൈദികരെ തട്ടിക്കളിക്കുകയാണ്. കാരണം ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ വൈദികരുമുണ്ട്, കുറച്ച് വൈദികരുണ്ട് ഉപദേശിക്കുന്നത്, കുറച്ച് വൈദികർ പിന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഇപ്പോഴത്തെ യുവ വൈദികരാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കും അവരുടെ രീതിയിൽ പറയുന്നത്. പക്ഷെ രൂപതാധ്യക്ഷൻ ഈ വൈദികരുടെ ഒന്നും കേൾക്കാതെ ഇനിയെങ്കിലും നമ്മുടെ രൂപത നശിച്ചു പോകാതെ ഈ യൂത്തിനെ നശിപ്പിക്കരുത്. ഞങ്ങളൊക്കെ കുഴപ്പമില്ല, എനിക്കിപ്പോ 65 വയസ്സായി, ഇനിയും അധികം നാൾ കാണത്തില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഈ യൂത്തിനെ നശിപ്പിക്കരുത്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് പിതാവിന്റെ നിങ്ങളുടെ മാധ്യം ത്രൂ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമുക്ക് സർവാധിപനാം കർത്താവ് എന്ന ഭാഗത്തെ ഈശോയിലേക്ക് തിരിഞ്ഞ്, അൾത്താരയിലേക്ക് തിരിഞ്ഞ് കുമ്പിടാൻ താങ്കൾ ഓർഡർ കൊടുക്കണമേ, ഒരു സർക്കുലർ ഇറക്കണമേ, ഇടയലേഖനം ഇറക്കണമേ എന്ന് വിനയമായി അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹത്തോടെ നല്ലത് വരട്ടെ. ഒരു കാര്യം, ഈ പറഞ്ഞ കാര്യങ്ങളെ പറ്റി ഒരു 5 മിനിറ്റ് മാത്രം വളരെ പോയിന്റഡ് ആയിട്ടുള്ള ആൻസറുകളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ട